ഒരു കാറിൻ്റെ ചക്രത്തിൻ്റെ വ്യാസം 77 സെൻറ്റിമീറ്ററാണ്. 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും? നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. ദൂരം സമം കറക്കങ്ങളുടെ എണ്ണം ഇൻറ്റു ചുറ്റളവ്. ദൂരം സമം കറക്കങ്ങളുടെ എണ്ണം ഇൻറ്റു ചുറ്റളവ്. കറക്കങ്ങളുടെ എണ്ണം ചോദ്യത്തിൽ പറയേണ്ട 1000 പ്രാവശ്യം കറങ്ങുക. അപ്പോൾ 1000 ഇൻറ്റു ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം. അതായത് കാറിൻ്റെ ചക്രം പറഞ്ഞാൽ വൃത്താകൃതിയാണ്. വൃത്തത്തിൻ്റെ ചുറ്റളവ് 2πr. വൃത്തത്തിൻ്റെ ചുറ്റളവ് 2πr സൂത്രവാക്യം. അപ്പോൾ 1000 ഇൻറ്റു 2πr വില കൊടുക്കുക. 1000 ഇൻറ്റു 2 ഇൻറ്റു പൈൻ്റെ വില 22/7 ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ലെങ്കിൽ ആരം. ആർ റേഡിയസ് ആരം. ഇവിടെ വ്യാസം എന്ന് പറഞ്ഞിട്ട് വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം. വ്യാസത്തിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്. അപ്പോൾ വ്യാസം 77 ആണെങ്കിൽ അതിൻ്റെ പകുതി അതായത് 38.5 വരും. 77ൻ്റെ പകുതി 38.5 ആരം. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇൻറ്റു പൈൻ്റെ വില 22/7 ഇൻറ്റു ആറിന് പകരം 38.5. 1000 ഇൻറ്റു 2 ഇൻറ്റു നമുക്ക് ഈ 7 38.5 വെട്ടിച്ചുരുക്കാം. 7 38.5 38 7 35 ശിഷ്ടം 3. അപ്പോഴേക്കും ദശാംശമായി ഡെസിമൽ ഇട്ടു നമ്മൾ. പിന്നെ ഈ ഇവിടുത്തെ ശിഷ്ടം 3 ഇവിടുത്തെ 5 35 വീണ്ടും 7 35. അപ്പോൾ 7 38.5 വെട്ടിച്ചുരുക്കുമ്പോൾ നമുക്ക് 5.5 കിട്ടി. ഇനി ഇതെല്ലാം കൂടി ഗുണിക്കുകയാണ്. 2 ഇൻറ്റു 22 44. 2 ഇൻറ്റു 22 44. നമ്മൾ 44നെ 55 കൊണ്ട് ഗുണിച്ചു. 2420 കിട്ടി. 44നെ 55 കൊണ്ട് ഗുണിക്കുമ്പോൾ 2420. പിന്നെ 1000 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 പൂജ്യം കൂടി ചേരും. അപ്പോൾ 2420 എന്നിട്ട് 3 പൂജ്യം. ഇതിൽ ഈ 5.5ൻ്റെ ഒരു ദശാംശ സ്ഥാനം നീക്കണം. അപ്പോൾ 242 3 പൂജ്യം അതായത് 2,42,000. ഇത് ഇത്രയും സെൻറ്റിമീറ്ററാണ് നമുക്ക് കിട്ടുക. കാരണം ഇവിടെ വ്യാസം സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ കിട്ടുന്നത് സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിനെ എങ്ങനെ മീറ്റർ ആക്കുക? ഇതിലെ ചോദ്യം എത്ര മീറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഹരിക്കണം. കാരണം 1 മീറ്റർ 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഹരിക്കണം. 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? 2 പൂജ്യങ്ങൾ വെട്ടിപ്പോവും. ഈ സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ 2 പൂജ്യം വെട്ടിപ്പോവും. ബാക്കി 2420 മീറ്ററാണ് ഉത്തരം. 2420 മീറ്ററാണ് കാറ് മുന്നോട്ട് സഞ്ചരിക്കുന്ന ദൂരം.